ഹലോ ഗെയിമേഴ്സ്, വെൽക്കം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പോപ്പി പ്ലേറ്റ്. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് മൊത്തത്തിൽ 5 ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. കമോ. You are about to see the most incredible doll ever invented. Her name is Poppy, and she is the first truly intelligent doll in the world. A little girl can talk to her. Poppy gives her answers. She is the first doll actually able to have a conversation with a child. Hard to believe? Just watch. Poppy Playtime! Poppy's as lovable as a real girl, and she talks like one too. Hi, my name is Poppy. I love you. Can you help me polish my shoes? Why, of course, Poppy. Just like a real girl, Poppy always wants to look her best. Perfect. Thank you. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Is there anything else you'd like to say, Poppy? I'm a real girl, just like you. What's the time? Playtime! And if you've ever wanted to see how all of the nation's favorite toys were created, Playtime Co. is now offering factory tours at just $2.99 a person. An entire hour in the most magical toy factory on Earth. What are you waiting for? Come visit the factory. We can't... ഗൈസ്, അപ്പോൾ ഇൻട്രോ ഇതാണ് നമ്മുടെ പോപ്പി പ്ലേറ്റ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഫൈൻഡ് ദ ഫ്ലവർ. അപ്പോൾ നമുക്ക് ഫ്ലവർ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം കാണിച്ച സാധനമാണ്, ആദ്യം ആ ഒരു പെണ്ണില്ല, അതാണ് പോപ്പി. ഞാൻ വിചാരിച്ച നേരത്തെ കാണിച്ച നീല സാധനമാണ് പോപ്പിന്ന്. അത് പോപ്പി അല്ല, വേറെന്തോ സാധനമാണ്. നോക്കാം എന്താണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ ടോയ് ഫാക്ടറി നടക്കുന്ന ഒരു കഥയാണ്. പിന്നെ ഇത് ഞാൻ ഫോണിൽ കളിക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടാവും, അത് നിങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ഗിഫ്റ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, സെക്യൂരിറ്റി പോയി നോക്കാം. പോപ്പി വാണ്ട്സ് ടു പ്ലേ. ഓക്കെ, ഇങ്ങോട്ട് പോകണമെങ്കിൽ പാസ്വേഡ് ആണെന്ന് തോന്നുന്നു. 4 ഡിജിറ്റ് കളറാണ് വരേണ്ടത്. നമുക്ക് നീല, മഞ്ഞ, വെള്ള, മഞ്ഞ അടിച്ചു നോക്കാം. നീല, മഞ്ഞ, വെള്ള, മഞ്ഞ, അതൊന്നുമില്ല. അപ്പോൾ ഒരു തന്നെ നമുക്ക് 2 പ്രാവശ്യം നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്, ഇത് നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇടണ്ടേന്ന്. തുറക്കും. അപ്പോൾ ഈ ഡിസ്കിൽ അല്ല, ഈ ഡിസ്ക് ഇതിലിട്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, എന്തോന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ട് പോയി നോക്കാം. എനിക്ക് ഒരു എക്സാക്ട് ട്രെയിൻ ഓടുന്ന ഒരു സൗണ്ട് ആക്കായിരുന്നു. അപ്പോൾ ഇത് ട്രെയിൻ നിങ്ങൾക്കത് കേൾക്കാൻ സാധ്യതയില്ല, ബിക്കോസ് ഓഫ് ഞാൻ സൗണ്ട് ലോ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ ഞാനിവിടെ കുറേ നേരമുള്ള നിരീക്ഷണത്തിന് ശേഷം എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഈ ട്രെയിൻ 4 പാർട്ടുണ്ട്. നമുക്ക് ആ ഡോറ് തുറക്കണേലും 4 ഡിജിറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ ഇതിലുള്ള 4 പാർട്ടിനും 4 ഡിഫറെൻറ്റ് കളറാണ്. അപ്പോൾ ഞാനൊരു ബുക്കും പേനയും എടുത്തിട്ട് ഈ കളറൊക്കെ എഴുതിയെടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ, പിങ്ക്, യെല്ലോ, റെഡ് എഴുതിയെടുത്തിട്ടുണ്ട്. വ്യത്യാസമൊന്നും ഇല്ല. ഇനി നമുക്കിത് അപ്പുറത്ത് വന്ന് അടിച്ച് നോക്കാം, വർക്കാവുമെന്ന്. നമ്മളെന്തൊക്കെയായാലും നമ്മൾ ട്രൈ ചെയ്യണം. ഒന്നും
നമ്മൾ വെറുതെ വെക്കരുത്. ഓക്കെ, പച്ച, റോസ്, മഞ്ഞ, ചുവപ്പ്. തുറന്ന് എനിക്കൊന്ന് ഇനി ഈ ഡിസ്ക് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇടണമെന്ന്. എനിക്ക് വന്നൊരു ട്യൂട്ടോറിയലാണ്. വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. അപ്പോൾ ഈ ഡിസ്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ് ഈ ഒരു നീലക്കൈ. പക്ഷെ അതിൽ ഒരു ചുവപ്പ് കൈയും കാണിച്ച് അതെനിക്ക് കിട്ടിയത് എന്താ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് എങ്ങനെ പോകാൻ പറ്റും? ഈ ഫാക്ടറിൻ്റെ ഉള്ളിലാണ് അവൾ വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ് കാണാണ്ടായ ആൾക്കാരെ നോക്കാൻ എനിക്ക് വന്നത് അവിടെ എങ്ങനെ ചെയ്യാനായിരിക്കും. അപ്പം ഞാൻ ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു കുഴപ്പം കാരണമായതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു അണ്ണനെ കാണാം. ഇവനാണ് നമ്മൾ ആ ഇൻട്രോ സ്ക്രീനിൽ കണ്ടത്. ഇവൻ്റെ പേരാന്ന് തോന്നുന്നു ഹഗ്ഗി. അതെ, ഇത് തന്നെയാണ് ഹഗ്ഗി. ഇതാണ് ഹഗ്ഗി. ഒരു കറുപ്പും നീലയും കൊണ്ടുള്ള ഷെയ്ഡ്. ഞാൻ ഫോണിൽ കളിക്കുന്നതിൻ്റെ കുഴപ്പമാണോ അറിയില്ല, എനിക്കാണെന്നാണ് തോന്നുന്നത്. ഇതിരിക്കും ഇത് ഉണ്ടാക്കിയ വർഷമാണ്. നിങ്ങളുടെ കേൾക്കാം. ഓക്കെ, അവിടെ കൈയുടെ കാണുന്നത്. ഒരു ഡോറിലേക്കുള്ള കീ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടുള്ളതാണോ? ഇനി ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കൈപ്പത്തി തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിടിച്ച് വലിക്കാനായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഇൻട്രോൻ്റെ ഇത് ഒരു ഇൻട്രോ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു വടി തട്ടിയ ഇതിനെ ലൈറ്റ് വെക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് ആക്കിയിട്ട് ഇവിടെ അത് കണ്ടോ, അണ്ണനെ കാണില്ല. അണ്ണൻ ഇവിടെ നിന്ന് മുങ്ങി. അണ്ണൻ ഇവിടെ നിന്ന് അതിൻ്റെ വഴിക്ക് പോയി. നമുക്കപ്പോൾ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം. എനിക്ക് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് തന്നെയാണ് അത് അവസാനം കിട്ടുക. ക്യാൻഡി കാറ്റ് ME. ഓക്കെ, നിങ്ങളെ കണ്ടോ? നിങ്ങൾ അവൻ്റെ കൈ കണ്ടോ? ഹഗ്ഗീൻ്റെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. എനിക്ക് വേണ്ട. ഈ വഴി പോകാനാണെങ്കിൽ പറ്റൂല. എനിക്ക് തോന്നുന്നു ഈ വഴി തന്നെയേ ഉള്ളൂ. എൻ്റെ മോനെ, അവിടെ നിന്ന് ഒരു പുക ചീറ്റിയാണ്. ഞാൻ പേടിച്ചു പോയി. എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളെ കുറിച്ച് എനിക്കറിയാം. നമ്മൾ ഇങ്ങനെ ഗെയിം കളിക്കല്ലേ, ആക്ടിങ് നമുക്ക് ചെയ്യണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഇത് ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ. നമ്മളങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. ശരിക്കും ഞാൻ ഈ ഗെയിം ഡിസ്കോഡ് തപ്പിയപ്പോൾ കിട്ടിയ ഒരു ഗെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചുവപ്പ്, മഞ്ഞ, പച്ച കണ്ടുപിടിക്കണമെന്ന്. ഇവിടെ പച്ച വെക്കലോ, പച്ച കൊണ്ട് ഇവിടെ ചുവപ്പ് അവിടെ തന്നെ ഉണ്ട്. ചുവപ്പും മഞ്ഞയൊക്കെ കിട്ടി. ഇനി വഴി പോകണമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെത്തി. ഇത്ര പെട്ടെന്ന് കാര്യം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വലിയ ടഫായിരിക്കുന്നു. ടഫായിരുന്നില്ല. അവസാനം വർക്കായി. ഇനി അതും ചെയ്യാൻ നോക്കാം. അവിടെ നിന്ന് സാധനം എടുക്കാൻ തോന്നി. അത് ചുവന്ന ആയതാണ്. അപ്പൊ എനിക്കങ്ങനെ 2 കൈ കിട്ടി. നമുക്ക് ഇവിടെയൊക്കെ സ്കാൻ ചെയ്യാം. ഇനി എന്താ ഉണ്ടാവാന്ന് നമുക്ക് കണ്ടറിയാം. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം. ഈ വഴി പോവാം. ഒന്നും പേടിക്കാനായിട്ടൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മുകളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റൂല. അപ്പോൾ അവിടെ കണ്ട് നമുക്കൊന്ന് ഇത് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലേക്കും വേറെ ഏതെങ്കിലും ഇതിൽ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാനായിരിക്കും. അപ്പം ഇങ്ങോട്ടൊരു കയറാൻ വഴിയുണ്ട്. ഇവിടെ കൊടുക്കാൻ ഇവിടെ നിന്ന് എടുക്കണം. ഇതിൽ കൂടെ വന്ന് ഇങ്ങോട്ടാക്കിയേക്കാം. എളുപ്പമായിരുന്നു. അപ്പോൾ ഗൈസ് ഒരു അർജൻറ്റ് കോള് വന്നതാണ്. വേറൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്ന് ചെറിയ ഭാഗം പോയിന്ന് മാത്രം. എന്തായാലും ഒന്നും പോയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. ഇങ്ങോട്ട് എന്താ ഇത് ടോയ്സാണ്. അത് പൊട്ടിച്ച് ഉണ്ടാക്കാൻ ഉള്ള ടോയ്സ് എങ്ങനെയായിരിക്കും. അതിന് പകുതി ഭാഗമുള്ളൂ ആ ടോയ്സിൻ്റെ. ഇങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ വഴി എവിടെയോ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ പെട്ടെന്ന് എത്താൻ നോക്കിയപ്പോൾ നീങ്ങുന്നില്ല. നീഡ്സ് പവർ. ഈ പവർ മോളിൽ നിന്ന് എടുക്കണം. ഇപ്പം നമുക്ക് മോളിൽ ചെന്ന് തന്നെ പവർ എടുക്കാം. ഈ വഴി ഇത് കണക്ട് ചെയ്ത് പോകണം. ഈ വഴി കൊണ്ട് ഒരു ഡിസ്കാണ്. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് എവിടെയുണ്ടോ കണക്ട് ചെയ്ത് നമുക്ക് ഈ വഴി പോവാം. അപ്പോൾ ഈ സാധനം പിടിച്ച് എനിക്ക് അതിൽ കൂടെ പോകാൻ പറ്റും. പോയി ട്രൈ എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. ഇങ്ങോട്ടാ പവർ വന്നാണ്ടോ സ്ലോ മോഷനിൽ. ഓക്കെ, പവർ ഓൺ. പേടിപ്പിക്കാനായിട്ട് സൗണ്ടാക്കി അറിയില്ല. സൗണ്ടിനൊക്കെ അങ്ങനെ പേടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഈ നേരത്തെ കളറുണ്ടാവില്ലല്ലോ. ഇവിടെ എന്തുണ്ടാകാൻ പോകുന്നത് നോക്കിയത്. എനിക്ക് വേണ്ടിയിട്ട് ടോയ് ഉണ്ടാവുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ സ്റ്റെപ്പ് കടന്നിട്ടാണ് ഈ ടോയ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആ ടോയ് ഉണ്ടായിട്ട് കാണാം നിങ്ങളെ. അപ്പോൾ ഗൈസ് നമ്മുടെ ടോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ ടോയ് ഇതെന്തോ നമ്മൾ ബാക്കോട്ട് പോകണം. നമുക്ക് ആ ടോയ് എടുക്കാം. ഓക്കെ, ഇനി എൻ്റെ മുകളിലൊന്നും എന്തായാലും അല്ല. ഞാൻ മുകളിലൊക്കെ തിരിഞ്ഞ് നോക്കി, അവിടെയൊന്നുമല്ല. ഇനി ഇത് ഇവിടെ എങ്ങനെ വെക്കാനായിരിക്കും. അതെ, സ്കാനിങ് ടോയ് അക്സെപ്റ്റഡ്. ഓക്കെ,
അതിന്റെ മുകളിൽ ഇവിടെ ഇത് അടച്ചു 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 അടച്ചു. പിടിച്ചു. ഇതൊക്കെ പാസ്വേഡ് എഴുതി കാണിക്കുന്നുണ്ട്. അതറിയാം. അപ്പോ അഗ്ഗീൻ്റെ അടുത്തുനിന്ന് ഒരു മരണം, അഗ്ഗി മച്ചാൻ്റെ അടുത്തുനിന്ന് ഒരു മരണം നമ്മളായി. അവിടെ നിന്ന് എങ്ങോട്ടാ പോകണ്ടേന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കാം. ഈ വഴി ഓപ്പൺ, ഈ വഴി ഓപ്പൺ. അത് ക്ലോസ് ആയി. ദൈവമേ, അവിടെ ഇങ്ങോട്ടാ? എനിക്ക് വഴി കാണുന്നില്ല. നോ പ്രോബ്ലം. വഴി കാണാത്തിയ അല്ലെങ്കിൽ ഞാൻ പണ്ടേ ജയിച്ചു പോയനെ. നോക്കാം. എനിക്ക് തോന്നുന്നു നേരെ പോണം. എനിക്കങ്ങനെ തോന്നുന്നു നേരെ പോകണമായിരിക്കും. ആ സൈഡിലേക്ക് തിരിയാൻ പാടില്ല. ചിലവർ ഇതാണ് വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് പറയും. ഓക്കെ, ഓടിക്കും. അണ്ണ മുമ്പിൽ കൂടെ വരുന്ന കണ്ടില്ല അതിന്റെ കണ്ണ്. അയ്യോ അയ്യോ അയ്യോ. അപകടം കൂടെ തന്നെ. അങ്ങോട്ട് പോകുമ്പോൾ മുമ്പിൽ കൂടെ വരും. ഇറ്റ്സ് റിയലി ടഫ്. ഈ 1 തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി ആ 2ഉം 3 എങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. എനിവേസ്, വി വിൽ വിൻ. നോക്കൂല, നമ്മൾ സ്പീഡ് റൺ ചെയ്യാണ്. ഈ പ്രാവശ്യം നമ്മൾ ഗെയിം ബീറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ കണ്ടില്ല. എനിക്ക് ആ സാധനം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സമാധാനക്കാരുണ്ട്. അപ്പോൾ ഓമ്പനി തുറന്നു വരും. ഇത് കുഴപ്പമില്ല, പേടിക്കണ്ട. ഓക്കെ, ഇവിടെ നീ എന്താ ചെയ്യണ്ടേ? ഞാൻ ആ സാമാനം അറിയാണ്ട് പിടിച്ച് വലിച്ചതാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആ സാധനം പിടിച്ച് വലിച്ചപ്പോഴേക്ക് ഹഗി ആ സാമാനം പൊട്ടിച്ച് വന്നു. എന്നിട്ട് അവൻ്റെ തല അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ടാ പോയത്. അതിൻ്റെ ബ്ലഡ്, വയലൻസ്. അപ്പോൾ നമ്മുടെ ഫൈൻഡ് ഫ്ലവർ എന്ന് പറഞ്ഞ ഫ്ലവർ അത് അവിടെ ഇരിക്കുന്നു. നമ്മൾ ആ സാധനം അതിൻ്റെ തലയിൽ കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഹഗിയണ്ണനെ നമ്മൾ വന്നു. അതിൻ്റെ ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഹഗി ഈസ് ഡെഡ്.
നമുക്ക് ആ ഫ്ലവറിൻ്റെ അടുത്തേക്ക് പോവാ. ഇവിടെ നോ സ്റ്റോപ്പ്, ഗോ ബാക്ക്, ഡേഞ്ചർ, ടേൺ അറൗണ്ട്, റൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളടുത്ത് ഫ്ലവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഈ സ്ഥലം കണ്ടറിയാം. സംതിങ് ഹോറബിളി റോങ്. എന്തോ വലുത് വരാണ്ട്, എന്തോ കുഴപ്പമുണ്ട്. എത്തിയപ്പോ ലൈറ്റൊക്കെ റെഡായിരിക്കണ്. നോക്കാം. പോപ്പി നമ്മളിനി തുറന്നു വിടാണോ? അനാമലേനെയൊക്കെ തുറന്നു പറഞ്ഞ പോലെ. ആ വിട്ടു, അത് കണ്ണു തുറന്നു, ആ തീർന്നു. Yes, I opened your case. Oh, chapter 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. A tight excuse, I think that's right. എന്തൊക്കെയായാലും ഹഗി നമ്മളെ കൊന്നു. ഇതിൻ്റെ ചാപ്റ്റർ 2 ഇനി കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ചെറിയൊരു ഗെയിമാണ്. എന്തൊക്കെയായാലും പിന്നൊന്നുമില്ല. എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക. എനിവേയ്സ് ബൈ.